Hi friends, welcome to Masterclass by Competitive Exam Express. അപ്പോൾ നമുക്കറിയാം ഡിസംബർ 15-ന് നമ്മൾ കാത്തിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. ഡിസംബർ 15-നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ നോട്ടിഫിക്കേഷന് മുന്നോടിയായിട്ട് ഏത് ജില്ലയിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം, കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് നമുക്ക് ഏകദേശം, കാരണം നിലവിലെ കട്ട് ഓഫ് വെച്ച് നമുക്കതിനെ വിലയിരുത്താം. ഒറ്റ പരീക്ഷ ആയിരിക്കുമോ, നിലവിലെ നിയമന നില എങ്ങനെയാണ്, പുതിയ റാങ്ക് ലിസ്റ്റ് എന്ന് വരും, എല്ലാം നമുക്ക് വിശദമായി നോക്കാം. അതുപോലെ ഓരോ OBC-ക്കാർക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ ഏതൊക്കെ, എല്ലാം നിങ്ങൾക്ക് ഇതിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ഓരോ ജില്ലയും, നമ്മൾ ഇവിടെ 14 ജില്ലയെ കുറിച്ചും വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ജില്ലയിലാണ് അപേക്ഷിക്കേണ്ടതെന്നും, എന്താണ് ഒറ്റ പരീക്ഷ ആയിരിക്കുമോ, നിയമന നില, പഴയ കട്ട് ഓഫ് എത്രയായിരുന്നു, പുതിയത് എത്രയായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് സ്യൂം ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് ഓരോ ജില്ലയായിട്ടൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ചു പോകാം. ഓക്കെ, റെഡി അല്ലേ? ആരംഭിക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് 2021 വന്ന ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ്. അപ്പൊ പുതിയ വിജ്ഞാപനം നമുക്ക് 2025 ഡിസംബർ 15-ാം തീയതി വരും. അതായത് ഗസറ്റ് ഡേറ്റ് 15/12/2025 എന്നായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് 12/1/2026 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 12-ഓ 14-ഓ തീയതി വരെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ പഴയ കാറ്റഗറി നോക്കുക 368/2021 എന്നാണ് പഴയ ആ ഒരു കാറ്റഗറി നമ്പർ. ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. എന്താണ് പോസ്റ്റ്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ടാണ്, VFA. സാലറി നോക്കുക 17,000 മുതൽ 37,500 വരെയാണ്. പഴയതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 23,700 ആണെന്നാണ് തോന്നുന്നത്. 23,700 മുതലാണ് സാലറി വരിക. 25,000-ന് മുകളിലൊക്കെ സാലറി നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു തസ്തികയ്ക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇതേ രീതിയിൽ തന്നെയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടായിരിക്കും അടുത്ത വിജ്ഞാപനവും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിൽ ആ സാലറി സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്ന സാലറിയുടെ ഒരു വ്യത്യാസം മാത്രമേ വരൂ. പിന്നെ കാറ്റഗറി നമ്പർ ബാക്കിയെല്ലാം ഏകദേശം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് പോവാം. ഇതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആണ്. എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്ന് നോക്കുക? 22/2/2024 റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 22/2/2024 റാങ്ക് ലിസ്റ്റ് വന്നു. 21/2/2027 അർദ്ധരാത്രി വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. 21/2/2027 വരെ. ഓക്കെ, അപ്പൊ 2027 തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. 22/2 നിലവിൽ വരണം. ഓക്കെ, പഴയ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്, മെയിൻ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 74 മാർക്കായിരുന്നു. മെയിൻ പരീക്ഷ നടന്നത് 11/5/2023 11/5/2023 ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മെയിൻ പരീക്ഷ നടന്നത്. 2021 വിജ്ഞാപനം വന്നത്. 23 മെയിൻ പരീക്ഷ നടന്നു. 24 ഫെബ്രുവരി 22 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. നോക്കുക, ഇതിന് പറയുന്നതിന് മുമ്പ് ഇത് പ്രിലിംസ് ഉണ്ടായിരുന്ന ഒരു പരീക്ഷയാണ്. പ്രിലിംസ് ഉണ്ടായിരുന്ന പരീക്ഷയാണ്. 6 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. 15/5/2022, 28/5/2022, 11/6/2022, 19/6/2022, 2/7/2022, 16/7/2022 എന്നിങ്ങനെ 6 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത്. 6 ഘട്ടങ്ങളിലൂടെയാണ് പ്രിലിംസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നടന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷമാണ് മെയിൻസിന്റെ പരീക്ഷ നടക്കുന്നത്. ആ മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് 74 മാർക്കായിരുന്നു. 74. ഈ ഒരു മാർക്ക് പ്രകാരം 254 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 74 മാർക്കോ അതിന് മുകളിലോ നേടിയ 254 പേര് തിരുവനന്തപുരം ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. സപ്ലിമെന്ററി ലിസ്റ്റിൽ 277 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 24 പേരും, അങ്ങനെ 555 പേരാണ് ഈ ഒരു തിരുവനന്തപുരം ജില്ല വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റിലാകെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഇതിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം കുറച്ചു പേരുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ 555 പേരെ മാത്രമാണ് ആകെ ഉൾപ്പെടുത്തിയത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വരാൻ വേണ്ടി പോകുന്ന ലിസ്റ്റിൽ ഇത്രയും ആളുകൾ ഉണ്ടാവണമെന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത്രയധികം നിയമനം നടന്നിട്ടുണ്ടെങ്കിൽ, 3 വർഷം കൊണ്ട് നിയമനം നടന്നിട്ട് ഈ 555 പേരെ എടുക്കാൻ സാധിച്ചിട്ട് മുഴുവൻ പേരും എടുത്തിട്ട് പിന്നെയും വേക്കന്റ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആളുകളുടെ എണ്ണം കൂടും.
എന്നാൽ ഇത്രയും പേരെ നിയമിച്ചിട്ടില്ല, ഒരു 300 പേരെയൊക്കെ നിയമിച്ചിട്ടുള്ളൂ എങ്കിൽ എന്താണ് വീണ്ടും, അല്ലെങ്കിൽ 200 250 പേരൊക്കെ ആണെങ്കിൽ വീണ്ടും ഈ 555 എന്ന് പറയുന്നതിൽ എണ്ണം താഴോട്ട് വരും. ഇപ്പോഴത്തെ എല്ലാ പോസ്റ്റുകൾക്കും സംഭവിക്കുന്ന പ്രധാന കാരണവും ഇത് തന്നെയാണ്. നിയമനം കുറയുന്നു, ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്നൊക്കെയാണ്. കട്ട് ഓഫ് കൂടുന്നു. ഓക്കെ, ആ കാര്യവും ഇവിടെ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. നമുക്കിതാ ഈ ഒരു എന്താണ് അഡ്വൈസ് ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. നിങ്ങൾ നോക്കുക, 22/2/2024 വന്ന റാങ്ക് ലിസ്റ്റ് 22/2/2025 കഴിഞ്ഞു. 22/2/2026 നമ്മൾ എത്താൻ വേണ്ടി പോവാണ്. ഏകദേശം എന്താണ് 1.5 മാസം പോട്ടെ, 2 മാസം കണക്കാക്കിക്കോ, 2-2.5 മാസം ഉണ്ടാവും, 2 മാസം കണക്കാക്കിക്കോ. അങ്ങനെയാണെങ്കിൽ പോലും 2 മാസം കഴിയുമ്പോഴേക്കും എന്താണ് 2 വർഷമാകും. പിന്നെ 1 വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി. ഇതുവരെ 164 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 164 പേർക്ക് 13/11/2025 ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഇപ്പൊ 164 പേർക്ക് പോയിട്ടുണ്ട്. ഇനി 1 വർഷം ഏകദേശം ഒരു 100ഓളം പേർക്ക് പോയെന്ന് കൂട്ടുക, 264 അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി കൂട്ടിക്ക് 300 ആയിരിക്കും. 300 പേർക്ക് മാത്രമായിരിക്കും. അതിന് കൂടുതലൊന്നും എന്താണ് ഇവിടെ വരാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ എണ്ണം കുറയും. അങ്ങനെ വരുമ്പോൾ ആളുകളുടെ എണ്ണം ഇനി അടുത്ത ലിസ്റ്റിൽ കുറയും. അപ്പൊ ആ രീതിയിൽ പഠനം നടത്തണം. 74 എന്ന് പറയുന്ന കട്ട് ഓഫ് എന്താവും? ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇതുവരെ ഓപ്പൺ കാറ്റഗറിയിൽ തിരുവനന്തപുരത്തിൽ 147ാമത്തെ റാങ്കുകാരന് നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങളൊരു ഈഴവ വിഭാഗമാണെങ്കിൽ നോക്കുക, നിങ്ങൾ 152ാമത്തെ റാങ്കുകാരന് ഇവിടെ എന്താണ് നിയമന ശുപാർശ പോയിട്ടുണ്ട്. SC ക്കാണ് സപ്ലിയിൽ, SC ST സപ്ലിയിൽ നിന്ന് SC 17ഉം ST 5ഉം അത്തെ റാങ്കുകാരനെ എടുത്തിട്ടുണ്ട്. മുസ്ലിമിൽ 18ാമത്തെ റാങ്കുകാരനാണ് പോയിരിക്കുന്നത് മുസ്ലിമിൽ. ഓക്കെ, LCI സപ്ലി പോയി. OBC 137ാമത്തെ റാങ്ക്, വിശ്വകർമ്മ 129, SIUC നാടാർ OC ടേണിൽ 123, അതിൽ താഴെ ആയിരിക്കുമല്ലോ. ഹിന്ദു നാടാരും 127 OC ടേണാണ്. SSC CC പോയിരിക്കുന്നത് സപ്ലിയിൽ 2ആണ്. ധീവര സപ്ലി 1 പോയി. അതുപോലെ EWS 193ാമത്തെ റാങ്കുകാരൻ പോയിട്ടുണ്ട്. LV സപ്ലി, HI സപ്ലി, LDCP സപ്ലി എന്നിങ്ങനെ പോയിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങളൊരു എന്താണ് 200 റാങ്കിനുള്ളിൽ ഉൾപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ജോലികൾ കിട്ടും. അവിടെ ഈഴവയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ആ റേഞ്ചിൽ ജോലി കിട്ടും. 152ാമത്തെ റാങ്കുകാരൻ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് വലിയ രീതിയിലുള്ള ഇത് നോക്കുക, ഇവിടെ ജനറലാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ താരതമ്യം ചെയ്യുക. എല്ലാ ജില്ലകളെയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, ഇനി 43ആണ് OC ടേണിൽ പോയിരിക്കുന്നത്. EWS 10, BC ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ 52 പേരെ പോയിട്ടുള്ളൂ. NJD 55. അങ്ങനെയാണ് ആകെ 164 എന്താണ് അഡ്വൈസ് ശുപാർശ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ജില്ലയിലേക്ക് കടക്കുമ്പോൾ കൊല്ലം ജില്ലയാണ്. കൊല്ലം 11/5/2023 പരീക്ഷ നടന്നത്. പക്ഷേ ഇവിടെ റാങ്ക് ലിസ്റ്റ് വന്നത് 9/1/2024 നിങ്ങൾ നോക്കുക, റാങ്ക് ലിസ്റ്റ് വന്നത് 9/1/2024. അങ്ങനെ വരുമ്പോൾ 8/1/2027 അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. ഇവിടെ നിങ്ങൾ നോക്കുക, കട്ട് ഓഫ് 74 മാർക്കാണ്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോഴും കട്ട് ഓഫ് 74 ആണ്. പക്ഷെ ഇവിടെ മെയിൻ ലിസ്റ്റിൽ 281 പേർ ഇടം പിടിച്ചു. 281 പേർ, സപ്ലിമെന്ററിയിൽ 285 പേർ, ഡിഫറൻറ്റ്ലി ഏബിൾഡ് 15 പേർ. ആകെ 581 പേരാണ് ഈ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകൾ. 581 പേർ. ഓക്കെ, അതിനുശേഷം എന്താണ് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇങ്ങോട്ടല്ല അങ്ങോട്ടേക്ക്, അതായത് കുറഞ്ഞിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ അഡ്വൈസിലേക്ക് പോയാൽ ഇതുവരെ 99 നിയമന ശുപാർശ മാത്രമാണ് പോയിരിക്കുന്നത്. ഇതുവരെ 99 ശുപാർശ. 2 വർഷം ഏകദേശമായി. 2 വർഷം ആകുമ്പോഴേക്കും 1 മാസം ഇല്ല, തികച്ചില്ല. അപ്പൊ അപ്പോഴേക്കും 99 ശുപാർശകൾ മാത്രമാണ് പോയിരിക്കുന്നത്. 2 വർഷം 99 ആണെങ്കിൽ അടുത്ത 1 വർഷത്തേക്ക് മാക്സിമം ഒരു 100-150 കൂട്ടിയാൽ പോലും അത് 250 മുകളിലേക്ക് പോവില്ല. ഇനി ആളുകളുടെ എണ്ണം കുറയും. ഓക്കെ, ഇവിടെ 76ാമത്തെ റാങ്കുകാരനാണ് OC ടേണിൽ പോയിരിക്കുന്നത്. 76ാമത്തെ റാങ്കുകാരൻ. മെയിൻ ലിസ്റ്റിൽ തന്നെ 281 പേരുള്ളതാണ്. ഓക്കെ, ഈഴവയിൽ 84ാമത്തെ റാങ്കുകാരനും. SC ST സപ്ലൈ പോയിട്ടുണ്ട്. മുസ്ലിം 248ാമത്തെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. മുസ്ലിംസിന് 248ാമത്തെ റാങ്കുകാരന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ മുസ്ലിംസ് കുറവാണെങ്കിൽ ആ രീതിയിലേക്ക് കയറി വരാൻ പറ്റും.
LCA സപ്ലിയിൽ പോയിട്ടുണ്ട്. OBC 63 OC ആണ്. വിശ്വകർമ്മ 106ാമത്തെ റാങ്കാണ്. ശ്രദ്ധിക്കുക, 106ാമത്തെ റാങ്കാണ്. SIUC പിന്നെ N നാടാറ് എത്രയാണ്? സപ്ലിയിൽ 1, ഹിന്ദു നാടാറ് സപ്ലിയിൽ 2, SCC സപ്ലിയിൽ 1, ധീവര സപ്ലി 1, LP ഇല്ല, EWS 78, LV സപ്ലിയിൽ 1, HI സപ്ലിയിൽ 3, LDCP സപ്ലിയിൽ 2 എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, മുസ്ലിം കാറ്റഗറിക്കാർ ഇവിടെ 248ാം റാങ്കിലേക്ക് എത്തിയിട്ട് നോക്കുക. ഇവിടെ ഓപ്പണിൽ 27 പേരാണ് ആകെ പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി 27 പേര്, ബാക്ക്വേർഡിൽ 34 പേര്, EWSൽ 7 പേര്, NJD 26. അങ്ങനെയാണ് 99 നിയമന ശുപാർശ ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ഓപ്പൺകാരാണ് കൂടുതലുള്ളത്. അപ്പൊ ഇവിടെ 248ാമത്തെ മുസ്ലിം പോയിട്ടുണ്ട്. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ, പത്തനംതിട്ട ജില്ലയിലും പരീക്ഷ നടന്നത് 11/5/2023 ഇവിടെ 1/12/2023 റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. എപ്പോഴാണ്? 1/12/2023 റാങ്ക് ലിസ്റ്റ് വന്നു. അതായത് 30/11/2026 അടുത്ത വർഷം നവംബർ 30-ാം തീയതി ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 30/11/2026 ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 1/12/2026 തീയതി പുതിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരും. അതായത് നോക്കുക, നിങ്ങൾ ഇനി ഒരു വർഷം പോലും ഇല്ല, ഒരു വർഷം പോലും ഇല്ല. അതുകൊണ്ടാണ് പരീക്ഷ അടുത്ത വർഷം പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് നമ്മൾ പറയുന്നത്. 70.67 ആയിരുന്നു കട്ട് ഓഫ് പത്തനംതിട്ട ജില്ലയിൽ. 70.67, 134 പേര് മാത്രമാണ് ഈ ഒരു മാർക്കിന് മുകളിൽ ഉൾപ്പെട്ട് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 134 പേർ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 144 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 15 പേരും. ആകെ 293 പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ, അതായത് ചിലപ്പോൾ 290-നൊക്കെ താഴെയായിരിക്കാം, എങ്കിലും ആ റേഞ്ചിൽ ആൾക്കാരാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതുവരെ എത്ര നിയമന ശുപാർശ പോയി എന്ന് നോക്കിയാൽ വെറും 66 നിയമന ശുപാർശ പോയിട്ടുണ്ട്. എത്രയാണ്? 66 നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഇനി ഒരു വർഷം പോലും ഇല്ലാത്ത റാങ്ക് ലിസ്റ്റ് ആണ്. ഇതാ 30/11/2026 ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടുമെന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1/12/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 66 പേർക്ക് നിയമന ശുപാർശ പോയത്. ഒരു വർഷം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇനി എത്ര നടക്കും നിങ്ങൾ ചിന്തിച്ചേക്കുക. ഓപ്പണില് 43ാമത്തെ റാങ്കുകാരന് മാത്രമാണ് നിയമനം കിട്ടിയിരിക്കുന്നത്. ഓപ്പൺ ടേണില് 43ാമത്തെ റാങ്കുകാരന്. ഈഴവയാണെങ്കിൽ 55ാം റാങ്ക് നേടിയ ആൾക്ക്. SC ആണെങ്കിൽ അത് സപ്ലിയിൽ 6ഉം ST സപ്ലിയിൽ 1ഉം. മുസ്ലിം സപ്ലിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. മുസ്ലിം സപ്ലിയിൽ 2ാമത്തെ റാങ്കുകാരന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. LCAI സപ്ലിയിൽ 1ഉം. OBC 106ാമത്തെ റാങ്കുകാരന് നിയമനം പോയിട്ടുണ്ട്. വിശ്വകർമ്മ 42 OC പോയിട്ടുണ്ട്. SIUC എന്നാണ് 57ാമത്തെ റാങ്കുകാരൻ. ബാക്കി അതൊന്നുമില്ല. EWS 44ാമത്തെ റാങ്ക്, HI 4 സപ്ലി, LDCP സപ്ലി 4 എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത്. അതായത് 18 പേരെ ഓപ്പൺ എടുത്തപ്പോ 4 പേർക്ക് EWSഉം 22 പേര് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും 21 NJD, അങ്ങനെ ഒരു DAയും, അങ്ങനെയാണ് 66 വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? പത്തനംതിട്ട ജില്ലയുടെ കാര്യം മനസ്സിലായല്ലോ. അടുത്തത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലേക്ക് പോകുമ്പോഴും പരീക്ഷ 11/5/2023 നടന്നു. ഇവിടെ വീണ്ടും നിങ്ങൾ നോക്കുക, 22/11/2023 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 22/11/2023, അതായത് 21/11/2026 തീയതി അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. തൊട്ടടുത്ത ദിവസം 22/11/2026 എന്താണ്? പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. നോക്കുക, നവംബർ 21-ാം തീയതി ഈ റാങ്ക് ലിസ്റ്റ് തീരുമേ. 21/11/2026 തീരും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതായത് അടുത്ത 22 ആകുമ്പോഴത്തേക്ക് ഈ പരീക്ഷകളൊക്കെ നടത്തി എന്താണ് ലിസ്റ്റ് തയ്യാറാക്കാൻ റെഡിയായിരിക്കണം എന്നർത്ഥം. കട്ട് ഓഫ് 70.67 ആണ്. 70.67, 147 പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. 147 പേര്. 176 പേര് സപ്ലിയിലും 12 പേർ എന്താണ് ഡിഫറൻറ്റ്ലി ഏബിൾഡും. അങ്ങനെ 355 പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് നിലവിൽ വന്നത്. 335 പേർ. അതിൽ നിന്ന് കുറച്ച് പേരൊക്കെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം കുറയും, എല്ലാത്തിലും പറയുന്നില്ല, മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ 335 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. 70.67 ആയിരുന്നു കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 147 പേർ. ഇവിടെ നോക്കുക നിങ്ങൾ, 83 അഡ്വൈസ് ആണ് ടോട്ടൽ ആയിട്ട് വന്നിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞു.
2 വർഷവും 1 മാസത്തിൽ കൂടുതലുമായി. അവിടെ വന്നിരിക്കുന്നത് 83 ടോട്ടൽ അഡ്വൈസ് മാത്രമാണ്. അതായത് എന്താണ് 21/11/26 ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. ഇനി ഏകദേശം ഒരു 8-9 മാസം മാത്രമുള്ളപ്പോൾ, അല്ലെങ്കിൽ 10 മാസം കൂട്ടിക്കോ, 10 മാസം ഒരു എന്താണ് ഒരു 50ഓളം നിയമനം നടന്നു എന്നേ പറയാൻ പറ്റൂ. നടന്നു എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ എന്താണ് എത്രത്തോളം നിയമനം നടക്കും നിങ്ങൾ കാണുക. ഇനിയും ആളുകളുടെ എണ്ണം കുറയും. ഈ 88-ൽ ഓപ്പൺ കാറ്റഗറി നിങ്ങൾ നോക്കുക, 61ാമത്തെ റാങ്കുകാരനാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. EWS-ൽ 93ാമത്തെ റാങ്കുകാരൻ ഈഴവ OC ടേണിൽ പോയിരിക്കുന്നു. SSC സപ്ലിയിൽ 5ഉം ST സപ്ലിയിൽ 2ഉം മുസ്ലിം സപ്ലിയിൽ 7ഉം പോയിട്ടുണ്ട്. LCI സപ്ലി, അതായത് SC ST മുസ്ലിം LCI സപ്ലിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. OBC 71ാമത്തെ റാങ്കുകാരൻ വിശ്വകർമ്മ OC ടേണിൽ പോയി. SIOC നാടാർ സപ്ലിയിലെത്തി, SSC സപ്ലിയിലെത്തി. ധീവര 83ാമത്തെ റാങ്കുകാരനെ കിട്ടിയിട്ടുണ്ട്. ഹിന്ദു നാടാർ സപ്ലി LV2 LV4 HI2 എന്നിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, EWS 93 പോയിട്ടുണ്ട്. ഈഴവ ഓപ്പൺ ടേണിലാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. OBC എത്രയാണ്? 71. അതായത് മുസ്ലിം ഇവിടെ സപ്ലിയിൽ എത്തിയിട്ടുണ്ട്. 23 പേർ OC ടേണിലും 6 പേർ EWS-ലും 29 പേർ BC ടേണിലും 23 NJD-യും 2 DA-യും ഉൾപ്പെടെ 83 നിയമന ശുപാർശ ഇതുവരെ പോയി. ഓക്കെ. മറ്റൊരു ജില്ലയായ കോട്ടയത്തേക്ക് വരുമ്പോൾ 11/5/2023 പരീക്ഷ 4/1/2024 ഇവിടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 3/1/2027 എന്താണ് ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 4/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 71.33 ആയിരുന്നു കട്ട് ഓഫ്. 71.33. അതുപ്രകാരം 158 പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 158 പേർ, 174 പേർ സപ്ലിമെന്ററി, 15 പേർ ഡിഫറൻറ്റ്ലി ഏബിൾഡ്. അങ്ങനെ ആകെ 347 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ 347 പേര് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, 110 അഡ്വൈസ് പോയിട്ടുണ്ട്, 110 നിയമന ശുപാർശ പോയിട്ടുണ്ട്, 110 നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഇവിടെ എന്താണ് നോക്കുക, ലാസ്റ്റ് 14/11/2023 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. നോക്കുക, ഓപ്പണിൽ 91ാമത്തെ റാങ്കുകാരനും ഈഴവ ബില്ലവ തീയ അവിടെ 107ാമത്തെ റാങ്കുകാരനും നിയമനം കിട്ടിയിട്ടുണ്ട്, നിയമന ശുപാർശ പോയിട്ടുണ്ട്. SC ST സപ്ലി എത്രയാണ്? 4ഉം 2ഉം. മുസ്ലിം സപ്ലി LCI സപ്ലി 2, OBC 89 വിത്തിൻ OC, വിശ്വകർമ്മ 96ാമത്തെ റാങ്ക്, SUC നാടാർ 97, SCC 60 വിത്തിൻ OC, ധീവര 145, ഹിന്ദു നാടാർ 101, LV സപ്ലിയിൽ 5, HI സപ്ലിയിൽ 1, LDCP സപ്ലിയിൽ 2, EWS 93ാമത്തെ റാങ്ക് എന്നിങ്ങനെയാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. അതായത് OC ടേണിൽ 32 പേർ, EWS-ൽ 8 പേർ, VC-യിൽ 40 പേർ, NJD 26, 4 DA, അങ്ങനെ 110 നിയമന ശുപാർശ. ഓക്കെ. ഇനി ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ 11/5/2023 പരീക്ഷ. റാങ്ക് ലിസ്റ്റ് 25/1/2024 വന്നാൽ, അതായത് 24/1/2027 ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 25/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. പഴയ റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് 68 മാർക്കാണ്. 68 മാർക്ക് വഴിയ 156, അതായത് 68ഓ അതിനു മുകളിലോ വാങ്ങിയ 156 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 170 പേരും ഡിഫറൻറ്റ്ലി ഏബിൾഡിൽ 15 പേരും, അങ്ങനെ 341 പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ആകെ അഡ്വൈസ് 55 എണ്ണം. ഇടുക്കിയിൽ 55 അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത്. ഇതിലാണ് 55. ഓപ്പൺ ടേണിൽ 48ാമത്തെ റാങ്ക്, അതായത് ഈഴവയാണ്, ഈഴവ OC-യിലാണ് പോയിരിക്കുന്നത്. SC 90ാമത്തെ റാങ്ക്, ST സപ്ലി മുസ്ലിം 92, LCI 119, OBC 117, വിശ്വകർമ്മ 42 OC, SIOC 13 OC, ഹിന്ദു നാടാർ 114, EWS 130, DLV 1 എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത്. 17 പേർ OC-യിൽ, 5 പേർ EWS, 21 പേർ BC, 11 NJD, എത്ര 1 DA, അങ്ങനെ 55 ഇവിടെ വന്നിരിക്കുന്നത്. 55 ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ നേരെ എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണ്. 11/5/2023, 22/12/2023, 21/12/2026 റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 22/12/2026 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. 72 ആയിരുന്നു പഴയ എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ്. അന്ന് 264 പേർ മെയിൻ ലിസ്റ്റിലും
262 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും 15 പേർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിലും. അങ്ങനെ ആകെ 541 പേരാണ് എറണാകുളം ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഓക്കെ, അതിൽ നോക്കുക നിങ്ങൾ 174 അഡ്വൈസ് പോയിട്ടുണ്ട്. 174 അഡ്വൈസ്, അതായത് ഈ മാസം 2 വർഷം തികയുകയാണ്. ഈ 2 വർഷം തികയുമ്പോൾ 174 നിയമന ശുപാർശയാണ് പോയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു 100-ൽ താഴെ നിയമനം പ്രതീക്ഷിച്ചാൽ പോലും 374 നിയമനങ്ങൾ മാത്രമേ നടക്കൂ. നിങ്ങൾക്ക് 541 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. OC-യിൽ 181-ാമത്തെ റാങ്കുകാരന് നിയമന ശുപാർശ, ഈഴവ 188, SC/ST സപ്ലി 18-ഉം 6-ഉം, മുസ്ലിം 250-ാമത്തെ റാങ്കുകാരന്, LC സപ്ലി 17, OBC 191, വിശ്വകർമ്മ സപ്ലിയിൽ 2, SUC 70, SEC സപ്ലിയിൽ 2, തീവ്ര OC 121, ഹിന്ദു നാടാർ 228-ാമത്തെ റാങ്ക്, EWS സപ്ലിയിൽ 5-ാമത്തത്, LV സപ്ലിയിൽ 2, SL സപ്ലിയിൽ 1, LDCP സപ്ലിയിൽ 2 എന്നിങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ. 44 ഓപ്പൺ കാറ്റഗറി പോയപ്പോ 11 EWS പോയി, 54 BC ടേണും പോയി, അങ്ങനെ 62 NJD, പിന്നെ 3 DA, അങ്ങനെ 174 നിയമന ശുപാർശ നിലവിൽ പോയിട്ടുണ്ട്. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ 11/5/2023 12/12/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതുപ്രകാരം 11/12/2026 ഈ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും? കാലഹരണപ്പെടും. പകരം 12/12/2026 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അതായത് ഈ ഒരു വർഷം 2 വർഷം പൂർത്തിയാകുകയാണ്. 72.67 കട്ട് ഓഫ്. 282 പേർ മെയിൻ ലിസ്റ്റിൽ തൃശ്ശൂർ ജില്ലയിൽ വന്നു. 302 പേർ സപ്ലിമെന്ററി, 15 പേർ ഡിഫറൻറ്റ്ലി ഏബിൾഡ്, ആകെ 599 പേർ. 599 പേർ. അപ്പോ ഉൾപ്പെട്ട 599 പേർ ഉൾപ്പെട്ടപ്പോ 198 അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത്. 198 അഡ്വൈസ് 2 വർഷമാകുകയാണ്. 2 വർഷം തികയാണ് ഈ വർഷം. ഒരാഴ്ചയിൽ കഴിഞ്ഞ 2 വർഷമായി. ഓക്കെ, ഇനി 1 വർഷമാണ് ഉള്ളത്. 100 പോയാൽ പോലും 298 പോയാൽ പോലും 298 പേർക്ക് നിയമന ശുപാർശ കിട്ടിയെന്ന് പറയാം. എങ്കിലും അത് വളരെ കുറവായിരിക്കും. ഇനി ഇത്രയും പേരെ ഉൾപ്പെടുത്തില്ല, എണ്ണം കുറയും. OC നിങ്ങൾ നോക്കുക, 180-ാമത്തെ റാങ്ക്, ഈഴവ 182, SC സപ്ലിയിൽ 16, ST സപ്ലിയിൽ 11, ഇവിടെ മുസ്ലിം സപ്ലി 17, LCI സപ്ലി 1, OBC 167-ാമത്തെ, വിശ്വകർമ്മ 240, SUC നാടാർ സപ്ലി 1, SSC സപ്ലി 5, ദീവര സപ്ലി 2, ഹിന്ദു നാടാർ സപ്ലി 2. ഇവിടെ സപ്ലി ദീവര നോക്കുക. D ആണ് LV 3, HI 4, LDCP 2. ഓക്കെ, EWS 208. നോക്കുമ്പോൾ 55 പേർ ഓപ്പണിലും, 14 പേർ EWS-ഉം, 68 പേർ BC-യും, 54 പേർ NJD-യും, 7 DA-യും, അങ്ങനെ 198 നിയമന ശുപാർശ. അടുത്തത് പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ 11/5/2023 പരീക്ഷ നടന്നു. 4/1/2024, 3/1/2027 റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 4/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. കട്ട് ഓഫ് 71.67 ആണ്. 71.67 പാലക്കാട് ജില്ല. 280 പേർ മെയിൻ ലിസ്റ്റ്, 287 പേർ സപ്ലിമെന്ററി ലിസ്റ്റ്, 15 പേർ ഡിഫറൻറ്റ്ലി ഏബിൾഡ്, 582 പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 582 പേർ നോക്കുക. അതിൽ തന്നെ ഇതുവരെ 161 നിയമന ശുപാർശ പോയി. 161 നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ, 1 വർഷവും 1 മാസവും എന്നൊക്കെ വേണം പറയാം. അങ്ങനെയുണ്ട്. ഒരു 100 പേരെ കൂടി ഉൾപ്പെടുത്തിയാൽ മാക്സിമം ആണ് 261. OC 101, ഈഴവ 137, SC/ST സപ്ലി 11/4, മുസ്ലിം 209, LCI സപ്ലി 8, OBC 127, വിശ്വകർമ്മ 229, SUC നാടാർ സപ്ലി 1, ഹിന്ദു നാടാർ സപ്ലി 2, SEC സപ്ലി 2, ദിവര 43 വിത്തിൻ OC, LV 5, HI 3, LDCP 2, EWS 136. അങ്ങനെയാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. OC-യിൽ നിന്ന് 43, EWS 10, BC 52, NJD 51, DA 5, അങ്ങനെ 161 ടോട്ടൽ നിയമന ശുപാർശ. അടുത്തത് നേരെ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ, മലപ്പുറം ജില്ല പരീക്ഷ 11/5/2023, 4/1/2024, 3/1/2027 റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 4/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം.
മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് 70 മാർക്കായിരുന്നു. 70 മാർക്ക്. 70 മാർക്കിന് മുകളിൽ നേടിയ 70 അതിന് മുകളിലോ 237 പേർ. സപ്ലിമെന്ററിയിൽ 244 പേർ. എന്താണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് 16 പേർ. ആകെ 497 പേർ. ആകെ 497 പേർ. ഇതുവരെ 159 നിയമന ശുപാർശ. അതായത് ഇനി ഒരു വർഷവും ഒരു മാസം കൂട്ടണ്ട, ഒരു വർഷം കൂട്ടിയാൽ മതി. ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഒരു മാസവും കൂട്ട്. ഒരു വർഷം മാക്സിമം ഒരു 100 പേരെ എടുക്കാം. 259 അത്രയേ ഉള്ളൂ. അത് മാക്സിമം ആണ്, കുറയും ചിലപ്പോൾ. OC-യിൽ 134ാമത്തെ റാങ്കുകാരൻ ഈഴവ 137, SSC സപ്ലി 12, ST സപ്ലി 2, മുസ്ലിം 41, LCI 9 സപ്ലി, OBC 158ാമത്തെ റാങ്ക് വിശ്വകർമ്മ 184, SIOC നട സപ്ലി 1, SSCC സപ്ലി 1, ധീവര സപ്ലി 2, HN സപ്ലി 1, EWS 230, LV SL3, HI SL5, അതുപോലെ LDCP എന്താണ് സപ്ലി 2. ഇവിടെ നോക്കുക നിങ്ങൾ, 42 ഓപ്പൺ കാറ്റഗറി നിയമനം, 11 EWS, 53 BC, 49 NJD, 4 DA, അങ്ങനെ ആകെ 159 നിയമന ശുപാർശ ഇതുവരെ പോയിരിക്കുന്നത്. ഓക്കെ, മലപ്പുറം ജില്ലയുടെ കാര്യമാണ്. മുസ്ലിംസ് കൂടുതലുള്ള 141 പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈഴവ 137 പോയിട്ടുള്ളൂ. OBC 158, അതായത് 159 നിയമന ശുപാർശ നടന്നപ്പോഴാണ്. അതും നിങ്ങൾ വെച്ച് നോക്കണം. വിശ്വകർമ്മ 184, ധീവര സപ്ലി പോയിട്ടുണ്ട് എന്ന് നോക്കുക. മലപ്പുറം ജില്ല. നേരെ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ 11/5/2021, 21/12/2023, 20/12/2026 റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 21/12/2026 പുതിയ റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ലക്ക് വരണം. പഴയ കട്ട് ഓഫ് 74.67 ആണ്. 74.67. മെയിൻ ലിസ്റ്റിൽ 169 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 189 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് 15 പേരും. ആകെ 373 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. 373. എത്രയാണ്? 98 അഡ്വൈസ് ഇതുവരെ പോയി. 98 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. അതായത് ഈ വർഷം 2 വർഷം തികഞ്ഞു. ഇനി ഒരു വർഷമാണുള്ളത്. മാക്സിമം എന്ന് പറയുന്നത് ഒരു 60-70 പോയാൽ പോലും എത്രയാണ്? 150, 160 അവിടെ നിൽക്കും. 160 അവിടെ നിൽക്കും. അതിൽ കൂടുതൽ സാധ്യത ഇല്ല. അപ്പൊ ഇത്രയും പേരാണ് 373. അടുത്തതിൽ അത്രയും ആളുകളെ ഉണ്ടാവില്ല എന്നർത്ഥം. ഓപ്പണിൽ 90ാമത്തെ റാങ്കുകാരൻ EWS 104, ഈഴവ 90 അപ് ടു OC ആണ്. സപ്ലി SC സപ്ലി 12, ST സപ്ലി 5, മുസ്ലിം ഇവിടെ സപ്ലി 5 ആയിട്ടുണ്ട്. LCI സപ്ലി 6, OBC 71, OC-യിൽ വിശ്വകർമ്മ സപ്ലി 1, 46 ധീവര, DA 2, LDCP 3. അതായത് 30 ഓപ്പൺ, 7 EWS, 36 BC, 23 NJD, 2 DA, ആകെ 98 നിയമന ശുപാർശ. വയനാട് ജില്ലയിലേക്ക് പോയാൽ 11/5/2023 റാങ്ക് എക്സാം നടന്നു. 1/12/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതായത് 30/11/2026 റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 1/12/2026 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. 69.33 ആയിരുന്നു വയനാട് ജില്ലയുടെ കട്ട് ഓഫ്. 69.33. അത് പ്രകാരം 104 പേർ മെയിൻ ലിസ്റ്റിലും, 116 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും, 16 പേർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ആകെ 236 പേർ. ആകെ 236 പേർ. ഇതുവരെ 25 അഡ്വൈസ്. 2 വർഷം കൊണ്ട് 25 അഡ്വൈസ് മാത്രമാണ് വന്നിരിക്കുന്നത്. 25. ഒരു 10ഓ 15ഓ അല്ലെങ്കിൽ 25 തന്നെ കൂട്ടിപ്പോയ 50 അഡ്വൈസിൽ താഴെ. 50 അഡ്വൈസിൽ താഴെ 236 പേരെയാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ എത്രത്തോളം ഇനി അങ്ങോട്ട് കുറയുമെന്ന് നിങ്ങൾ നോക്കുക. ഓപ്പൺ കാറ്റഗറിയിൽ 18ാമത്തെ റാങ്കുകാരന് മാത്രമാണ് നിയമനം ലഭിച്ചത്. ഈഴവ 33ാമത്തെ റാങ്കുകാരനെ കിട്ടി. SC 2, ST സപ്ലി 1 സപ്ലിയാണ്. അതുപോലെ മുസ്ലിം 17ാമത്തെ റാങ്കുകാരന് മാത്രം. LC-യിൽ OBC 42ാമത്തത്, വിശ്വകർമ്മ 34, SUC നാടാണ് സപ്ലി 1, EWS 18ാമത്തെ റാങ്ക്, LV 2 എന്നിങ്ങനെയാണ്. അതായത് 7 ഓപ്പൺ കാറ്റഗറി, 2 EWS, 8 ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, 8 NJD, ആകെ 25 നിയമന ശുപാർശ. കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ 11/5/2023 പരീക്ഷ നടന്നു. 10/1/2024 റാങ്ക് ലിസ്റ്റ് വന്നു. 9/1/2027 നിലവിലെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 10/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഓക്കെ, കട്ട് ഓഫ് 74 മാർക്കായിരുന്നു. 74 മാർക്ക്. അതിന് മുകളിൽ നേടിയ 194 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 214 പേർ സപ്ലിമെന്ററി ലിസ്റ്റിൽ, 15 പേർ ഡിഫറൻറ്റ്ലി ഏബിൾഡ്,
ആകെ 423 പേർ. 423 പേർ ആകെ കണ്ണൂർ ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇതുവരെ 149 അഡ്വൈസ്, ഇതുവരെ 149 അഡ്വൈസ്. ഏകദേശം ഒരു വർഷം 1 മാസം മാത്രമാണ് കാലാവധി. ഒരു 100 നിയമനങ്ങൾ കൂടി ഇനി നടക്കുമെന്ന് വെച്ചാൽ 249 അല്ലെങ്കിൽ 260 പേരെ കൂട്ടിക്കോ. ഇത്രയും നിയമനം മാത്രമേ ഇനി ഇവിടെ നടക്കാനുള്ള സാധ്യതയുള്ളൂ. OC-യിൽ 120 മാക്സിമം ആണ്, ഏറ്റവും ഹയർ ആണ്. അതിൽ എത്രയോ താഴെ വരാനേ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. OC 123ാമത്തെ റാങ്ക്, ഈഴവ 129ാമത്തെ റാങ്ക്, SC 11 സപ്ലി, ST സപ്ലി 8, മുസ്ലിം നോക്കുക നിങ്ങളുടെ സപ്ലിയിൽ 11 LCI സപ്ലി ആണ്. OBC 123ാമത്തത്, വിശ്വകർമ്മ 4 സപ്ലി, SIUC നാടാർ സപ്ലി 4, SEC സപ്ലി 3, തീവ്ര സപ്ലി 3, ഹിന്ദു നാടാർ സപ്ലി 2, EWS സപ്ലി 5, EWS സപ്ലി 5, LV സപ്ലി 4, ഹിന്ദു HI സപ്ലി 2, LDCP സപ്ലി 2. അതായത് ഓപ്പൺ കാറ്റഗറിയിൽ 42 പേർക്കും, EWS 11 പേർക്കും, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി 52 പേർക്കും, NJD 40 പേർക്കും നിയമന ശുപാർശ പോയി. DA-യിൽ 4 പേർ. അങ്ങനെ 149 നിയമന ശുപാർശ കണ്ണൂർ ജില്ലയിൽ പോയിട്ടുണ്ട്. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ 11/5/2023, 4/1/2024 ആണ്. അപ്പോൾ 3/1/2027 എന്താണ് ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. പകരം 4/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 70.67 ആയിരുന്നു മുൻ വർഷത്തെ കട്ട് ഓഫ്. അതുപ്രകാരം 178 പേർ മെയിൻ ലിസ്റ്റിലും 194 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും 15 പേർ ഡിഫറന്റ് ലേബിൾ ലിസ്റ്റിലും. ആകെ 387 നിയമന ശുപാർശ, 387 പേർ, ആകെ 387 പേര്. അതിലെ വെറും 63 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചത്. ഏകദേശം 2 വർഷമായപ്പോൾ 63 പേർക്ക്. ഒരു 40 പേരെ കൂട്ടിയാൽ 100 അല്ലെങ്കിൽ 110 മാക്സിമം എത്രയോ താഴെ, ചിലപ്പോൾ 20-25 വന്ന് എന്ന് പറയാം. അങ്ങനെ ആ രീതിയിൽ. ഓപ്പൺ കാറ്റഗറി 47ാമത്തെ റാങ്ക്, ഈഴവ 50ാമത്തെ റാങ്ക്, SC സപ്ലി 10, ST സപ്ലി 1, മുസ്ലിം സപ്ലി 3, LCI സപ്ലി 3, OBC 41, വിശ്വകർമ്മ 145, ധീവര 34, EWS 62, DALV 1 സപ്ലി, DAHI 1 സപ്ലി, DALDCP 2 സപ്ലി എന്നിങ്ങനെ. അതായത് 18 പേർ ഓപ്പൺ കാറ്റഗറി, 5 പേർ EWS, 23 പേർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, 15 പേർ NJD, 2 DA. അങ്ങനെ ആകെ 63 നിയമന ശുപാർശകൾ. 63 നിയമന ശുപാർശകൾ. അപ്പൊ ഇത്രയുമാണ് 14 ജില്ലകൾ. അപ്പൊ അതില് ഓരോ വിഭാഗത്തിന് OC-ക്ക് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് എവിടെയാണ്? എന്താണ് ഈഴവ, മുസ്ലിം ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണാം. അപ്പൊ അത് പ്രകാരം എന്ത് ചെയ്യുക, നമ്മൾ ഇനി അടുത്ത് ഇത് കൊടുക്കുക. അതായത് ആളെ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ പോയിരിക്കുന്ന ജില്ലകൾ മനസ്സിലാക്കുക, കുറഞ്ഞ ജില്ലകൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഇനി ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഏത് ജില്ലയിലേക്ക് കൊടുത്താൽ നമുക്ക് കൂടുതൽ കിട്ടും എന്ന് മനസ്സിലാക്കുക. എത്രത്തോളം നിയമന ശുപാർശ കൂടുതൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ കുറച്ചധികം പേരെ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മുടെ വിഭാഗം, നിങ്ങളുടെ സംഭരണ വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ വിഭാഗത്തിന് എത്ര വേണമെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ നമ്മുടെ വിഭാഗത്തിന് എത്ര വേണമെന്ന് അവിടെയും ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ എവിടെയാണ് ജോലി സാധ്യത കൂടുതലെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, സിലബസ് ഏകദേശം ഇത് തന്നെയായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ എക്സ്ട്രാ പറഞ്ഞാൽ മതി. സ്പെഷ്യൽ ടോപ്പിക് ചിലപ്പോൾ എന്തെങ്കിലും വില്ലേജുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കാൻ പറയുമോ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നിലവിൽ ഇത് തന്നെ നമുക്ക് നോക്കാം. അതായത് ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, കലാകായിക സാഹിത്യ സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലികം 20, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പഠനവും പരിശോധനയും 10, ജനറൽ ഇംഗ്ലീഷ് 10, മലയാളം 10 എന്നിങ്ങനെയാണ് ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസിൽ വന്നതാണ്. അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു പരീക്ഷയും. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് മെയിൻസ് ഉണ്ടാവാൻ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ പ്രിലിംസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പ്രിലിംസ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രിലിംസ് ഉണ്ടാവില്ല, സാധ്യതയില്ല. കാരണം നവംബർ മാസത്തോടെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരണം. പല ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് നവംബർ മാസത്തിൽ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഘട്ട പരീക്ഷ നടത്താനുള്ള സാഹചര്യവും സമയവും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുക, LDC, LGS, ഇപ്പൊ ലേറ്റസ്റ്റ് ആയി നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇതിനൊക്കെ എന്താണ് ഒറ്റഘട്ട പരീക്ഷകളായിരുന്നു.
ഓക്കെ, ഇപ്പൊ ജില്ലാതല പരീക്ഷകളൊക്കെ ഒറ്റഘട്ടമായി മാറ്റി. ഒറ്റഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്, ഘട്ടങ്ങൾ ഉണ്ടാകും, പക്ഷെ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്നതില്ല, പകരം മെയിൻസ് മാത്രമായിട്ടായിരിക്കും നടക്കുക. ഇവിടെ മെയിൻസ് പരീക്ഷ മാത്രമായിട്ടായിരിക്കും ഈ ഒരു എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കും നടക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റ പരീക്ഷ ആയിരിക്കും, മെയിൻസ് മാത്രമേ ഉണ്ടാവൂ. സ്റ്റേറ്റ് ലെവൽ പരീക്ഷകൾക്കാണ് ഇപ്പോൾ പ്രിലിംസ് വരുന്നത്, അതിൽ ഒറ്റഘട്ട പരീക്ഷയുള്ള സാധ്യതകൾ പലതിലും ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് മെയിൻസ് എന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവുക. മെയിൻസ് മാത്രമേ ഇവിടെ എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ ഉണ്ടാവും. കാരണം 2026 നവംബർ മാസത്തോടു കൂടി, അതായത് അടുത്ത വർഷം, ഈ വർഷം കഴിയാൻ പോവാണ്, ഈ നമ്മൾ വരാൻ വേണ്ടി പോകുന്ന വർഷത്തിൽ, അതായത് നമുക്ക് 12 മാസത്തിൽ 10 മാസം കൊണ്ട് എന്താണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. 10 മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. കാരണം 11ാം മാസം ഇവിടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ട പല ജില്ലകളും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിനു മുമ്പ് പരീക്ഷ നടത്തി എന്താണ് റാങ്ക് ലിസ്റ്റ് ഇട്ട് സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തി വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഇട്ട് വെക്കണം. അതിന് അത്യാവശ്യം സമയം ഉണ്ടാവും. ജനുവരി മാസവും എന്താണ് ഫെബ്രുവരി മാസവും കലണ്ടർ നമുക്ക് വന്നു. അപ്പൊ ആ മാസങ്ങളിൽ ഇതൊന്നും പരീക്ഷയില്ല. ഇനി നമുക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസത്തിൽ ഏതെങ്കിലും മാസം പരീക്ഷ ഉണ്ടാവും. ജൂൺ, ജൂലൈ എന്താണ് പരീക്ഷ ഉണ്ടാവും എന്നറിയില്ല. അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് ടെസ്റ്റ് ചിലപ്പോൾ കുറച്ചിങ്ങോട്ട് എന്താണ് ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒക്കെ നടത്താം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2 മാസം കൊണ്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. പക്ഷെ അതിന് മുന്നേ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നന്നായി തയ്യാറെടുത്താൽ മാത്രം ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ വെബ്കോയുടെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ LDC വരും, അതും ഇതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ നടത്തും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോഴ്സുകൾ വെബ്കോ LDCക്കും VFIക്കും വേണ്ടി നമ്മൾ ഓൾറെഡി ബാച്ചുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മറ്റൊന്നും ചിന്തിക്കേണ്ട, സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് പോകുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ ജോലി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്, അതായത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, പ്രിന്റബിൾ PDF നോട്ട് ഉണ്ട്, SCRT NCRT ക്ലാസ്സുകളുണ്ട്, പോൾ ക്യൂസ് ഉണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെഷൻസ് വരുന്നുണ്ട്, വീക്കിലി റിവിഷൻ എക്സാം ഉണ്ടാവും, പിന്നെ മെന്റർ സപ്പോർട്ട്, ഫുൾ ടൈം മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ 699 രൂപയാണ് ഇതിന്റെ ഫീസ് വരുന്നത്. 699 രൂപക്ക് നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഈ പരീക്ഷ പാസ്സാകാം. പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസും മെയിൻസും ഒക്കെ ഉൾപ്പെടെയാണ് ഈ ഒരു കോഴ്സ്. അല്ലെങ്കിൽ മെയിൻസ് മാത്രമാണെങ്കിൽ മെയിൻസ് മാത്രമായി. എപ്പോഴാണോ പരീക്ഷ കഴിയുന്നത്, ഒരു വർഷത്തെ വാലിഡിറ്റിയിലാണ് നമ്മൾ ഈ ഒരു എന്താണ് കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വർഷത്തെ വാലിഡിറ്റിയിൽ. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് മാസ്റ്റർ ക്ലാസിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് ബാച്ചിലേക്ക് ജോയിൻ ആവാവുന്നതാണ്. എങ്കിലും നിങ്ങൾക്ക് ഇതാ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അതിൽ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒറ്റ കോഴ്സാണ്, 2 പരീക്ഷകൾ, 2 എന്നല്ല, വരുന്ന പരീക്ഷകൾ നിലവാരത്തിലുള്ള എല്ലാം എഴുതാം, LGSനും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? മറ്റൊന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ കയറി പോകുന്നേക്ക്. ഒരുപാട് സമയമൊന്നുമില്ല, 5-6 മാസം കൊണ്ട് പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ ആദ്യത്തെ റാങ്ക് അടിക്കണം. ഇത് കണ്ടല്ലോ, നിങ്ങൾ വെറുതെ പഠിച്ചാൽ പോരാ, ആദ്യത്തെ 100-നുള്ളിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു റാങ്ക് അല്ലെങ്കിൽ ജോലി നമ്മൾ ഉറപ്പിക്കേണ്ടതുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. 699 രൂപ കൊടുത്ത് പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് എന്താണ് അപേക്ഷ കൊടുക്കാൻ തയ്യാറായി നിൽക്കുക. നിങ്ങളുടെ ജില്ല തന്നെ നിങ്ങൾ കൊടുക്കണമെന്നില്ല. ഇപ്പൊ സ്വന്തം ജില്ലയ്ക്ക് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. മറ്റു ജില്ലകളിലേക്ക് പോകാം, പക്ഷെ അവിടെ പോയി നിങ്ങൾ അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പറ്റൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ് ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ ഏതാണോ ജില്ല, ആ ജില്ല ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് പൊക്കോളൂ. ഒന്ന് ലൈക്കും ചെയ്തേക്ക്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ.